ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഗുഡ് മോർണിംഗ് ആണ്. ഗുണ്ടൽപേട്ടിൽ ഏതോ ഒരു സ്ഥലമാണ്, ടൗണൊക്കെ ആ ഭാഗത്താണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് താമസിച്ച, അതായത് ഇന്നലെ താമസിച്ച, ഇന്ന് രാവിലെ എണിച്ച ലോഡ്ജാണിത്. KPT എന്ന് പറഞ്ഞ മലയാളത്തിലുള്ള ലോഡ്ജാണ്. ഇപ്പോൾ രാവിലെ ഏകദേശം 6:30 അപ്പോൾ നമ്മളിവിടെ നിന്ന് വിട്ടേക്കും. എന്തായാലും ഇപ്പോൾ അവിടെ ഓപ്പൺ ചെയ്തതാണ്. അപ്പം മച്ചിനെക്കൂടെ വഴി ഊട്ടിയിലേക്ക് പോവല്ലേ? മേലെക്കോട്ടി. ഓക്കെ. അപ്പം ഓക്കെ, നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ വിടാം. ഇന്നലെ രാത്രി മഞ്ഞാന്ന് തോന്നുന്നു, അതിൻ്റെ വെള്ളമാണ്. മഴ ഒന്നും ഇങ്ങോട്ട് കാര്യമായിട്ടില്ല. പോവാം, കയറിയോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 68 കിലോമീറ്ററും കൂടെ ഉണ്ടോ ഊട്ടിക്ക്? 68 കിലോമീറ്റർ അല്ലേ ഇനി? ഇപ്പം സമയം 7:11. ഇത്രയും നേരം ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം മഴക്കാർ മൂടിയിട്ടുണ്ട്, മഴ പെയ്യുന്ന ലക്ഷണമുണ്ട്. അപ്പോൾ എന്തായാലും പോകുന്നേക്കാളും മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞത്. നമ്മൾ പലാവ്, വെജ് പലാവ് അല്ലേ? ഓക്കെ. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ. ഇതവിടെ ഒരു മാങ്കൂട്ടം കണ്ടോ? മുന്നോട്ട് ഒരുപാട് കിട്ടൂടാ. ഒരു പണി, നീ വണ്ടി ഓടിക്കോ? ഇവിടെ നിർത്താൻ പാടില്ല ആക്ച്വലി. എടുത്ത് GPS വേണം. തിരക്കൊന്നുമില്ല കേട്ടോ, പയ്യെ പോയാൽ മതി. ഇവിടെ ഒരു മാൻകൂട്ടങ്ങൾ കണ്ടില്ലേ? കുറച്ചേ ഉള്ളൂ. മറ്റേ ഗ്രൂപ്പ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. പതിയെ പോയാൽ മതി കേട്ടോ. അല്ല, ഇത്രയും പതിയല്ല, കുറച്ച് സ്പീഡ് കിട്ടോ. ഒരു 30 കിലോമീറ്റർ ഒക്കെ. ഇപ്പം എത്ര കളയാ? അവിടെ ഒരു കൂട്ടം മാനുകളൊക്കെ കിടക്കുന്നു. ആന അവിടെ ഉള്ളിൽ. ശരി, നിനക്ക് കാണാൻ പറ്റണടാ, അത് കുറച്ച് മറയായിട്ട് നിൽക്കുക. ഇതെവിടെ? ലെഫ്റ്റ് അവിടെ കണ്ടോ കുറച്ച് മാങ്കൂട്ടം. നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത്. ഇവിടെ ഒന്നും നിർത്താൻ പാടില്ല, കോട്ടൊന്ന് മാറാൻ വേണ്ടി നിർത്തിയതാണ്, അത്രേ ഉള്ളൂ. തക്കാളിയാ എവിടെ? ഇതിപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കും അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കയറ്റം ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. അടിപൊളി. ഒരു ടൈഗറിനെ വല്ല സ്പോട്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ വളഞ്ഞിട്ടുള്ള വഴിയിൽ ഇവിടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മാനിനൊക്കെ ഇഷ്ടംപോലെ ഇവിടെ സ്പോട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടല്ലേ? ഇങ്ങോട്ട് കുറച്ച് പ്ലെയിൻ സ്ഥലങ്ങളാണ്. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വരുവാണെങ്കിൽ, അതായത് ഒരു 2 മാസം മുമ്പൊക്കെ വരുവാണെങ്കിൽ മൊത്തം വരണ്ട് കിടക്കുന്ന ഒരു ഫീലായിരിക്കും. വേനൽക്കാലം ആയിരിക്കുമല്ലോ. ഇപ്പോഴാണ് ചെറുതായിട്ട് പച്ചപ്പൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയത്. അങ്ങനെ യെസ്, ഇവിടെ സ്പീഡ് ലിമിറ്റ് ഇതുവരെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ ബോർഡ് കണ്ടിട്ടില്ല. പക്ഷേ 30 കിലോമീറ്റർ, മാക്സിമം 40 കിലോമീറ്റർ സ്പീഡൊന്നും ഉണ്ടാവില്ലായിരിക്കും ഒരിക്കലും. പക്ഷെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് ബ്രേക്കർ ഉണ്ട് ഇതേ കൂട്ട്, കണ്ടില്ലേ? അതുകൊണ്ട് ആരും സ്പീഡ് പോകത്തില്ല. അറിയാതെ എന്തെങ്കിലും അനിമൽസിന് നമ്മൾ ഇടിച്ചാൽ തീർന്ന്, പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവില്ല. അല്ല, അവരുടെ സേഫ്റ്റിയും കൂടെ നോക്കണ്ടേ. ഇത് അവരുടെ ഏരിയയാണ്. അവിടെ ഒരു റോഡ് ഉണ്ടാക്കിയിരിക്കുന്നു മനുഷ്യന്മാർക്ക് പോകാൻ വേണ്ടി. ആ റോഡ് മാത്രം സ്വന്തം. സോ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ യാത്ര ചെയ്യണം, അതെവിടെയാണെങ്കിലും. നേരത്തെ ആ റോഡില്ലേ, അതങ്ങോട്ട് പോകും. 1000 rupees ഫൈൻ ഫോർ വയലേഷൻസ്. ഇത് ബണ്ടിപ്പൂർ ടൈഗർ സഫാരിക്ക് പോയിട്ട് വന്ന വണ്ടിയാണ് അത്, ആ ബസ്. നല്ല തണുത്ത കാറ്റാണ് ഏകദേശം ഇപ്പം നമുക്ക് അടിച്ചു വരുന്നത്. ഈ ട്രക്സ് ഒക്കെയാണ് ഒരുപാട് ഈ റോഡിൽ നമുക്ക് കാണുന്നത് അല്ലേ? ഈ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ കുറവാണ്. ഇതിപ്പോൾ നോർമൽ വീക്ക് ഡേയ്സ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. അടുത്ത ടൈഗർ സഫാരി വണ്ടി എന്താടാ? മാങ്കൂട്ടൻ. ഹലോ, നല്ല കൊമ്പുള്ള മാന്. ഗൂഡല്ലൂർ 29 കിലോമീറ്റർ ഉണ്ട്. വെൽക്കം ടു ബണ്ടിപ്പൂർ. സോ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് മാങ്കൂട്ടങ്ങൾ, മാനും ഉണ്ട്. ആ മാങ്കൂട്ടത്തിൻ്റെ മുകളിൽ, ആ ഒരു ഷെഡിൻ്റെ മുകളിൽ കണ്ടില്ലേ, കുറച്ച് കുരങ്ങുള്ള ഇരിപ്പുണ്ട് അതിൻ്റെ മുകളിൽ. അറിയില്ല, അവിടെ ഒരു പഴയ ഒരു പോസ്റ്റ് ഓഫീസ്, മംഗള എന്ന് പറഞ്ഞ സ്ഥലം ലെഫ്റ്റിലോട്ട്.
ആ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴാണ്, ഇവിടെ കണ്ടാണ് മറ്റേ കരടിനെ കണ്ടത്. കരടി അങ്ങ് ദൂരെ ഒരു മാങ്കൂട്ടമുണ്ട്. ഒരു കുഞ്ഞൊരു ലേക്ക് കാണാം ഇവിടെ. ഇവിടെ മൈൻ റോഡിൽ നിന്ന് ആ ഒരു സഫാരി വണ്ടി, ആ ഒരു ബസ് റൈറ്റിലോട്ട് എടുത്ത് കണ്ടില്ലേ, ഇനി അത് ഉള്ളോട്ട് കയറി പോകും. അപ്പോൾ നമ്മുടെ ടൈഗർ ഉണ്ടെന്നാണോ? അങ്ങോട്ടൊക്കെ കത്തിപ്പോയ കാടാണ് കാണുന്നത്. അവിടെ ഒരു മയില് പീലി വിടർത്തി നിൽപ്പുണ്ട് അങ്ങ് ദൂരെ. സൂം ചെയ്യാൻ പറ്റില്ല, കാണുന്നുണ്ടോ എന്നറിയില്ല. മുമ്പിൽ പോകുന്ന ഒരു പാൽവണ്ടിയാ. പുലിക്കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കാനാണോ? ചുമ്മാ പറഞ്ഞ. ഇവിടെ ഒരു മാങ്കൂട്ടം. ഹലോ, എടാ പയ്യെ പോണേ, ഇതൊക്കെ ക്രോസിങ് ചെയ്യുന്ന സമയമായിരിക്കും. ഞങ്ങൾ വീണെങ്കിലും കുഴപ്പമില്ല, നീ ഫുൾ ബ്രേക്ക് കൊടുത്തോ. അതിനെ മാത്രം ഇടിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. നിർജ്ജലമായ റോഡ്. അതെവിടെ ഒരു വണ്ടി സഫാരിക്ക് പോയി വരുന്ന കണ്ടോ. ഇവരെവിടെ നിന്നൊക്കെയോ എൻട്രി ചെയ്യും, എക്സിറ്റ് ചെയ്യുന്നത് ഓരോരോ റോട്ടിക്കലായിരിക്കും. ഇങ്ങോട്ടും ഒരു വഴി കണ്ടില്ലേ, അതിലോട്ട് നമുക്ക് പോകാനുള്ള റൈറ്റ്സ് ഇല്ല. നമുക്ക് അവിടെ നിന്ന് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കണ്ടില്ലേ, നമ്മൾ ചെക്ക് പോസ്റ്റ് എൻട്രി ആവുന്ന കാലം മുമ്പ്. അവിടെ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് അതിനുള്ള പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷമേ സഫാരി തുടങ്ങാൻ പറ്റുള്ളൂ. മാൻകൂട്ടാണ് ഇഷ്ടം പോലെ ഉള്ളത് കണ്ടില്ലേ, കുഞ്ഞായിട്ടും. ഇതൊക്കെ റോഡ് സൈഡിൽ തന്നെ ഉണ്ടാവും. എനിക്ക് തോന്നിയ പോലെ ഈ മാൻകൂട്ടം റോഡ് സൈഡ് തന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മനുഷ്യന്മാരുടെ പ്രസൻസ് ഇല്ലേ, അതവർക്ക് കുറച്ച് ധൈര്യമാണെന്ന് തോന്നും. കുറച്ച് എന്താ പറയുക, ഈ വണ്ടികളുടെ ശബ്ദമൊക്കെ ഉണ്ടാകുമ്പം ഈ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള അനിമൽസ് ഉണ്ടല്ലോ, അതൊക്കെ മാറിപ്പോകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ മാന് എപ്പോഴും റോഡ് സൈഡിൽ തന്നെയായിരിക്കും. മനുഷ്യന്മാരുടെ ആ ഒരു പ്രസൻസ് അവർക്ക്, അല്ലെങ്കിൽ വണ്ടികളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് കുറച്ച് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അവർക്ക്. അതായിരിക്കും റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നത്. അല്ല, എന്നെ കണ്ട് ചിരിച്ചിടാ. ലോഡ് വണ്ടിയല്ലേ പാവം. ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള കാറ്റാണ് അടിക്കുന്നത്. ഇത്രയും പതിയെ പോയിട്ടും നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. മുകളിലോട്ടൊക്കെ അത്യാവശ്യം മഴക്കാറുണ്ട് കണ്ടില്ലേ. മഴ പെയ്യേണ്ടിയിരുന്നാൽ മതിയായിരുന്നു. മഴ ചെറുതായിട്ട് പെയ്ത്. ഇതെവിടെ ഇഷ്ടംപോലെ മാൻകൂട്ടങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കുസ്തി കൂടുവാടാ, ദേ ആർ ഫൈറ്റിംഗ്. നമ്മൾ കോട്ടൊക്കെ ഊരി, ഞാനല്ല നീ ഊരി. ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു വരുന്നുണ്ട്. വെള്ളം. മാനെ മാത്രം കണ്ട് മടുത്ത്. വല്ല ടൈഗറും കരടിയോ ഇതൊന്നും എല്ലാം കാണാൻ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ദീർഘവീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുക, ഉൾക്കാട്ടിലൊക്കെ എന്തെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന്. ബ്രേക്കൊക്കെ കിട്ടുന്നില്ലടാ. ഓക്കെ, യെസ്. സൗണ്ടിന് ഇനി തൊട്ട് കുറച്ച് കുറവുണ്ടായിരിക്കും. സംഭവിച്ചാൽ ഞാൻ മൈക്ക് ഊരി. സോ വണ്ടിപ്പുറം ആ ഒരു വൈൽഡിലേക്ക് തീർന്നു. എക്സിറ്റ് ഗേറ്റാണിത്. അത് അതിന് പറക്കുമല്ലേടാ. NH നാഷണൽ ഹൈവേ 67 നീലഗിരി ഡിസ്ട്രിക്ട്. ഇതാണ് ആ പാലം. ഇതൊരു ചെറിയൊരു പുഴയാണ് അതിനെ വേർതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുതുമല ടൈഗർ റിസർവ്. സോ ഇവിടെ നിന്ന് വണ്ടിപ്പുറ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത് മുതുമല ടൈഗർ റിസർവിലോട്ടാണ്. ടൈഗർ റിസർവ് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ റിസർവ് ആണ്. ടൈഗറും കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് അതും റിസർവ്ഡ് ആയിരിക്കും അല്ലേ എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം മഴ ചെറുതായിട്ട് പോയി, അതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല. ഇങ്ങോട്ടൊക്കെ ഒരു വേറെ ഒരു വൈബ് അല്ലേ. പക്ഷെ ഇവിടെ സൈഡിലൊന്നും മാങ്കൂട്ടങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇവിടെയുള്ള മാനൊക്കെ കർണാടകയിലോട്ട് പോയി. മഴ കുറച്ച് കുറവാണ്. എടാ അങ്ങോട്ട് വെയിലിടാ, വെയില്. ആദ്യം ടൈഗറൊന്നും ഇല്ലാന്ന് ഉറപ്പ് വർക്ക്, എന്നിട്ട് നിർത്തുന്നുള്ളൂ. അത് ഊര്, ബാഗ് ഊരിടാം. ബാഗ് ഊര്. എങ്ങനെ? തമിഴ്നാട് ബസ്സല്ലേ? ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുതുമലൈ റിസർവ് ഫോറസ്റ്റിലാണ്. അടുത്തത്
മസിനഗുഡി ലെഫ്റ്റ് എടുക്കണം. നിന്റെ ഫോൺ താഴെ വീണാർന്നല്ലോ. മാപ്പ് സെറ്റ് ചെയ്തായിരുന്നു പിന്നീട്? ഇല്ലല്ലേ? ഫ്രീ ആകെ ഉള്ളത് ഇവിടെ കുറച്ച് മാങ്കൂട്ടങ്ങളും പിന്നെ ട്രക്കുമാണ്. ഇടയ്ക്കിടയ്ക്ക് 2-3 കാറൊക്കെ പോകുന്ന കാണാം. അത് വിട്ടാൽ കാര്യമായിട്ടൊന്നുമില്ല. ആ, തിരക്ക് കുറവാണ്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഡു നോട്ട് പാർക്ക് വെഹിക്കൽ എനിവേർ. കണ്ടില്ലേ, ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലാന്ന് വണ്ടി, അതായത് നിർത്താൻ പാടില്ലാന്ന്. ഇല്ലെങ്കിൽ ഒരു പുലിയൊക്കെ നിൽക്കും, നല്ലൊരു ഫ്രെയിം ആയിരിക്കില്ലേ ആ ഒരു മരങ്ങളുടെ നടുവൊക്കെ. ഒരു ചങ്ങല ഉണ്ടെങ്കിൽ പുലിനെ ഇവിടെ കൊണ്ട് നിർത്താറുന്നു, എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാറുന്നു. നീ ഹായ് കൊടുത്താണോ? ഇതേ ആ മല മുകളിലൊക്കെ വെയിലാടാ. ആ, അത് ഫോറസ്റ്റുകാരുടെ. ഇത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ വെയിലാണ്. ഇങ്ങോട്ടൊക്കെ കുറച്ച് വീടൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ താമസിക്കുന്ന കാണാം. ആ, നേരത്തെ നീ പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ മുതുമലൈ? ദിസ് ഈസ് മുതുമലൈ. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ലെഫ്റ്റോ റൈറ്റാ? നീ അവിടെ സൈഡാക്കിയിട്ടേ മാപ്പ് ഒന്ന് ഓണാക്കണേ. അവിടെ ചോദിച്ചപ്പോരെന്ന് പറഞ്ഞാൽ ആരോട് ചോദിക്കാൻ? ഇവിടുന്ന് ലെഫ്റ്റാടാ പോകാനുള്ളത്. ആ, എന്ന് തോന്നുന്നു, അറിയില്ല. ഇതിലൂടെ കണ്ടായിരുന്നു പോയത്. കൂണൂർ ഊട്ടി. ഓക്കെ, ആ വഴി തന്നെ. കൂണൂർ ഊട്ടി. വേണ്ട പോവാം. ആ, ഇവിടെ കുറച്ചൊക്കെ മഴയാണ്, കലക്കവെള്ളമാണ് ഒഴുകുന്നത്, കണ്ടില്ലേ? ആ, ഇവിടെ മറ്റേ എലിഫന്റ് ക്യാമ്പിങ് ഇങ്ങോട്ടാണ് ഉള്ളത്. എലിഫന്റ് ക്യാമ്പ്. ആ, അവിടെ അങ്ങ് ദൂരെ കാണാം നമുക്ക്. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വഴി കുറച്ച് ചെറുതായി അല്ലേ? ഊട്ടിലോട്ട് നമ്മൾ അവിടെ ഈ ഒരു വഴി ടച്ച് ചെയ്യാണ്ട് നമുക്ക് ഈ വഴി വരാം. ഇവിടെ ക്ലോസ്ഡ് ആരാ, അവിടെ അടച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കൂട്ടം മാനുണ്ട്, അതാ ഇവിടെ ആൾക്കാർ നിന്നേക്കണേ. കുറച്ച് പയ്യെ ആക്സിലേഷൻ കൊടുക്കട്ടോ. വളരെ ഇടിഞ്ഞ വഴിയല്ലേ, ഇങ്ങോട്ടൊക്കെ വെയിലായിടാ. അടുത്തത് അങ്ങോട്ട് കയറുന്നിടത്ത് വീണ്ടും മഴയായിരിക്കും. ജാക്കറ്റ് ഉണങ്ങാൻ നിന്നാൽ. വാ, വെയിൽ വന്നുടാ. ഓ, പൊളി. വെയിൽ വന്നപ്പോഴാണ് കുറച്ച് കളർ വെച്ചത്. മഴയുണ്ടെങ്കിൽ പൊളിയാണ്, പക്ഷെ മഴയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതാ പ്രശ്നം. യെസ്. അപ്പോൾ മസിനഗുഡി ബൈക്കാണ് അപകോളും. അപ്പം മസിനഗുഡി വഴിയുള്ള ഊട്ടിലോട്ടുള്ള യാത്രയിൽ നമ്മൾ മാത്രമാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ കുറച്ച് 2 വീലറും കുറച്ച് കാറും. ഈ വഴി എന്തായാലും ലോറികൾ കിടത്തി വിടത്തില്ല. കൽഹട്ടി എന്ന് പറഞ്ഞ ഒരു ചുരമുണ്ട് ഇവിടെ. അവർ ഘാട്ട് വഴി ഒരുപാട് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ ട്രക്കൊന്നും പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മിടിഞ്ഞ വഴിയാണ്. എന്താ പറഞ്ഞത്? കുറവെന്ന് പറയുമ്പോൾ ഇപ്പം വെക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞു. ഒന്നാമത് വീക്ക് ഡേയ്സ് ആണ്, വീക്കെൻഡ് അല്ല. മാക്സിമം വീക്ക് ഡേയ്സിൽ വരാൻ വേണ്ടി ശ്രമിക്കുക. അതെവിടെ ഒരു മാങ്കൂട്ടം കിടക്കുന്നു, എല്ലാവരും കിടക്കും അവിടെ, കണ്ടില്ലേ? നീ നേരെ നോക്കി ഓടിക്കണേ, ഇടിഞ്ഞ വഴിയാണ്, പെട്ടെന്നൊക്കെ വണ്ടി വരുന്നത്. നമ്മൾ മാത്രമാണ് ഇവിടെ സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും കുറച്ച് പാഞ്ഞു. ഇത് ബ്രേക്ക് ഡൗൺ ആയതാന്ന് തോന്നുന്നു, കണ്ടിട്ട് ആരാണ് തോന്നുന്നത്. നമ്മൾ നേരത്തെ വണ്ടി ഇതായില്ലായിരുന്നോ? അതുകൂട്ട് ഇവിടെയൊക്കെ ആവുകയാണെങ്കിലോ. വാവ്, ഇവിടെ ഒരു കൂട്ടം മാനുണ്ട്. ഇവിടെ ഉണ്ടാ. നീ ഒന്ന് സ്ലോ ചെയ്യണേ, നിർത്തിക്കോ, കുഴപ്പമില്ല. എടാ, ഇപ്പോൾ അവിടെ വെച്ച് കുറച്ച് ആനപ്പിണ്ടം കണ്ടായിരുന്നു. പിന്നെ ഇവിടെ മറ്റേ ക്യാമ്പിലുള്ള ക്യാമ്പ് എന്നല്ലല്ലോ പറയുന്നത്, മറ്റേ ആനനെ കുംകി ആനയില്ലേ, കുംകി ആന, അതൊക്കെ ഉണ്ടാവും ഈ ഭാഗത്ത്. അതിൻ്റെ ക്യാമ്പ് അവിടെ ഉള്ളത്. മൊത്തം ഒരു പച്ചപ്പല്ലേ, ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കിക്കേ, അടിപൊളി. ഇടിഞ്ഞ വഴി.
ആകെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 125cc സ്കൂട്ടറാണ്. കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊരു ടൈഗറൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ വണ്ടി നീങ്ങൂല, കുറച്ച് ബുദ്ധിമുട്ടാണ്. വൈബല്ലേ, പൊളിയാണ്. അതാണ് വീക്ക് ഡേയ്സിൽ വരാം. വീക്കെൻഡിലും വെക്കേഷൻ ടൈമിലൊക്കെ വന്നെങ്കിൽ നല്ല തിരക്കായിരിക്കും. നമുക്ക് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റത്തില്ല, എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടില്ല, വഴി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ പോകുന്നു പച്ചപ്പിലൂടെ. ഇതെവിടെ ഒരു മാങ്കൂട്ടം. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിലെല്ലാവർക്കും? മഴയല്ല, കാറ്റാടാ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മഴ പെയ്ത് പോയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാറ്റൊക്കെ വരാൻ നേരത്ത് മരത്തിൻ്റെ ഇലകൾ മുകളിലുള്ള വെള്ളമൊക്കെ ഒടിഞ്ഞു വീഴുന്നുണ്ട്. കരടിയുടെ ഒരു ബോർഡ് കണ്ടു, പക്ഷെ കരടീനെ കാണാനില്ല. മയില്. ഞാൻ ബാക്കിലിരിക്കുന്നത് എന്നാലേ പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിഷൻ, ഫ്രണ്ടിലുള്ള വിഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് റൈറ്റിലോട്ടുള്ള പടത്തിൻ്റെ ചുമതല ഞാൻ ചേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ലെഫ്റ്റിലോട്ട് ഞാനും അനിമൽ വല്ലതും കണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയേ. അവിടെ ഒരു ഗ്രൂപ്പല്ല, 2 പേര് പോകുന്നുണ്ട്. അത് KL വണ്ടിയാണ്, 2 സ്കൂട്ടറാണ്. അപ്പോൾ പിന്നെ പേടിക്കണ്ട, സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നവരും ഇഷ്ടംപോലെ ഉണ്ട്. പെട്ടെന്ന് സ്പീഡ് ബ്രേക്കർ വരാൻ നേരത്തെ ഹെൽമെറ്റിൻ്റെ ഈ ഒരു സംഭവം കുറച്ച് ലൂസായി താഴോട്ട് ഇറങ്ങി പോവാണ്. പിന്നെ ഞാൻ മൈക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. മഴ വരാൻ നേരത്ത് റിസീവർ ഫോണിലുള്ളതുകൊണ്ട് അത് വാട്ടർ പ്രൂഫ് അല്ല. അപ്പോഴാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നത് മഴ വരാൻ നേരത്ത്. ആ, നല്ല വെയിലാണ്. നല്ല രീതിയിൽ വെയിൽ വന്നു. ഇപ്പൊ സമയം എത്രയാടാ? 8 ഇതവിടെ ഉണ്ട്, 8:56. മോർണിംഗ് വെയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൊടും മഴ, രാവിലെ തന്നെ കൊടും മഴയാണ്. പക്ഷെ ഇങ്ങോട്ട് വെയിൽ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയുള്ളൂ. അതുകൊണ്ട് പൊളിയാണ്, സംഭവം പൊളിയാണ്. സോ റിയലി ഈ ഒരു യാത്ര ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ ചെയ്യും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്യുന്നില്ലടാ? ആ, ഓക്കെ, എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആനിമൽസ് സ്പോട്ടിങ് കുറച്ച് കുറവാണ്. രാവിലെ എണീച്ച് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പോൾ തീർന്നു തോന്നുന്നു. ഇത് മുതുമലയിൽ തീർന്നു തോന്നുന്നുടാ. ഇനി അടുത്തതാണ് മസിനഗുഡി എന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. ഇവിടെ ബോർഡൊന്നും കാണുന്നില്ലല്ലോ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മുതുമലൈ. സോ ഇത് എക്സിറ്റ് അടിക്കുന്നു. നമ്മളിപ്പോൾ മുതുമല എക്സിറ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. അടിച്ചോ. നിൽക്കാനും പറയാനും ചോദിക്കാനും ഒന്നുമില്ല. ചെറിയൊരു ചെക്ക് പോസ്റ്റാണ്. അങ്ങോട്ടൊന്നും വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലേ. ഓ, അങ്ങോട്ട് നല്ല അടിപൊളി മലയാടാ. അപ്പുറത്ത് ഈ കാടിൻ്റെ അപ്പുറം കണ്ടില്ലേ. അപ്പം ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം, ഒരുപാട് നേരമൊന്നുമില്ല. സോ ഇപ്പോൾ മസിനഗുഡിയിലാണ് ഉള്ളത്. ഇവിടെ ജീപ്പ് സഫാരിക്കൊക്കെ പോകുന്ന ഒരുപാട് ജീപ്പൊക്കെ നമുക്ക് കാണാം. ഇവിടെ നിൽക്കാൻ നേരത്ത് ഒരു മലയുണ്ട്, കണ്ടില്ലേ. ഇത് ഏത് മലയാണെന്നൊരു ഐഡിയ ഇല്ല അല്ലേ. അത്യാവശ്യം ഒരു സൂര്യത്തിൻ്റെ ഒരു വെളിച്ചമൊക്കെ വന്നപ്പം കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു മലയുടെ മുകളിലെ മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പം രാവിലെ തന്നെ വെയിലായി, നല്ല കാറ്റാട്ടോ, നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മുന്നോട്ട് പോകല്ലേ, വെറുതെ നിന്ന് ഇവിടെ സമയം വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് തമിഴ്നാടാണ്. വെൽക്കം ടു തമിഴ്നാട്, നീലഗിരി ഡിസ്ട്രിക്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് ഈ കായല്ലേ, എന്തിൻ്റെയാ? സഫാരി. 1200 അല്ലേ പറഞ്ഞ? അത് നമുക്ക് നോർമലി നമ്മുടെ വണ്ടി തന്നെ പോകാന്നേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. അപ്പം ദിസ് ഈസ് ദ മസിനഗുഡി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബോർഡൊന്നും കണ്ടില്ല, മാപ്പിൽ നോക്കിയപ്പോൾ ഏകദേശം മസിനഗുഡിയുടെ അടുത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. സഫാരി ഗാർഡൻ റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഇവിടെയൊക്കെ കുറച്ച് കടകളൊക്കെ ഉണ്ട്.
യെസ്, മസിനഗുഡി എന്ന് പറയുമ്പോൾ ഇത് മസിനഗുഡിയിലാണ്. മയാർ ലെഫ്റ്റിലോട്ടാണ്, ഊട്ടി റൈറ്റ്, സിംഗാര. സോ ഓക്കെ, വേണ്ട വേണ്ട. ആ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ. P1 പോലീസ് സ്റ്റേഷൻ, ഹിൽ ഏരിയ, ഡ്രൈവ് സ്ലോ. മനസ്സിലായല്ലോ, പയ്യെ പോയാൽ മതി എന്നാണ്. ഇതാണ് മസിനഗുഡി. കുഴപ്പമില്ല, അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അല്ലേ. എടാ ഇതാടാ മസിനഗുഡി, TN37 അല്ലേ. ഇവിടുത്തെ രജിസ്ട്രേഷൻ എത്രയാണ്? എടാ ബീഫ് ചില്ലിടാ, എടാ ബീഫൊക്കെ കിട്ടുടാ. തമിഴ്നാടല്ലേ, നമ്മൾ കർണാടക വിട്ടു, ഇനി പേടിക്കണ്ട. നമുക്ക് നല്ല ബീഫ് ചില്ലിയും പൊറോട്ടയൊക്കെ അടിക്കാം. കർണാടക വിട്ടല്ലോ, തമിഴ്നാട്ടിൽ പ്രശ്നമില്ലല്ലോ. 100 ഗ്രാം ചിക്കന് 65 രൂപ. ദിസ് ഈസ് ദ നോട്ട് വൈൽഡ് ലൈഫ്. ആ മല കണ്ടില്ല, അടിപൊളിയാ. ഇതേ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കൊക്കെ പോകുന്നു. ഈ വെയിൽ വന്നുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്കിതൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. മൊത്തം മഞ്ഞിൽ മൂടി കിടക്കത്തേ ഉള്ളൂ. ഇവിടെ ഒരു നയരമുണ്ട്, ഫ്യൂൽ അടിക്കണോ? വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ 3 പ്രാവശ്യം ഫ്യൂൽ അടിച്ചു. 3 പ്രാവശ്യം ഫ്യൂൽ അടിച്ചത് നയാറയിൽ തന്നെയാണ്. നയാറ എന്നല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്? ഞാരാന്നാണോ? നയാര, നായരുടെ ആരെങ്കിലും ആയിരിക്കും. ഇവിടെ ചെറിയൊരു തടാകം, ഇതിൻ്റെ ബാക്കിലാണ് ആ ഒരു മല നിൽക്കുന്നത്. ഈ ഒരു മല നമുക്ക് ട്രക്ക് ചെയ്യണടാ. ഇത് ഏതാണ്? കൊള്ളാലോ. ഇതേതാ സ്ഥലം? അതറിയാം. ആ ഇവിടെ ഏതോ ഡാമിൻ്റെ ബാക്ക് വാട്ടറാണ് ഇത്, കണ്ടില്ലേ? ഹായ് വൈൽഡ് ലൈഫ്. ഈ വരുന്ന വണ്ടി ഏത് RTC ആടാ? കഴുക. നീ സൈഡ് ഇറക്ക്. ഇതേത് RTC യാ? സൈഡ് ഇറക്കടാ, കൊല്ലൂടാ അവര്. അമ്മേ, ഒരു മര്യാദ വേണ്ടേ? അതന്നെ പറഞ്ഞത്. 2 വീലറിന് പിന്നെ വലിയ ഗ്യാപ്പ് ഒന്നും വേണ്ട, അതുപോലെ തരാൻ പറ്റത്തില്ലേ. ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ്. ആ ഒരു ഗാർഡ് സെക്ഷൻ്റെ ഭാഗം അങ്ങോട്ടൊക്കെ നമുക്ക് കാണാം. നല്ല കാറ്റാണ്, അത് കണ്ടില്ലേ? എന്താ ഇങ്ങനെ കാറ്റ് വീശുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിൽ പൊടിഞ്ഞിട്ടുണ്ട്. എന്ത് കാറ്റാടാ? ആ യെസ്, നമ്മുടെ വണ്ടി ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടം വരെ എത്തി. സോ ഈ റൂട്ട് നല്ല അടിപൊളിയാണ്, പക്ഷേ ഇങ്ങനത്തെ സ്പീഡ് ബ്രേക്കർ വീണ്ടും ഉണ്ട്. അയ്യോ, ഇല്ല, ഇവിടുത്തെ ഫോറസ്റ്റുകാർ പോലും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. ഊട്ടി 28. ഇവിടുത്തെ മയിൽക്കുട്ടിയുടെ കളർ കണ്ട, പച്ച ഫോറസ്റ്റ് ഗ്രീൻ. യെസ്, പാറമല. നീലഗിരി ഡിസ്ട്രിക്റ്റിന്റെ മലനിരകളാണ് അങ്ങ് ദൂരെ കാണുന്നത്, കണ്ടോ? അമ്പ് അമ്പ് അമ്പ്. കാട്ടുപന്നി കണ്ടില്ലേ? കുഞ്ഞ് കണ്ടില്ലേ? ഇത് കുത്താൻ വേണ്ടി വരുമോ? ക്രോസ് ചെയ്യട്ടെ. ഇത് ഒരുപാടുണ്ടാ. ഇതെവിടെ കണ്ടില്ലേ? അതെ 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 അതെ. ഇല്ലെങ്കിൽ ഈ കുഞ്ഞ് അങ്ങോട്ട് പോയാലോ, കുറച്ച് അഗ്രസീവ് ആവേണ്ടതായിരുന്നു. പക്ഷേ ഈ സൈഡ് ഭാഗത്തൊക്കെ സ്ഥിരം ഉള്ളതാണ്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്പോട്ടിങ് കിട്ടിയല്ലോ. മാന് മാത്രം വിട്ടിട്ട്. നമ്മൾ കരടിനൊന്നും കണ്ടില്ലല്ലോ. ഒരു കരടി അവിടെ ഉണ്ട്, 1-2 ഒക്കെ ഉണ്ട്. കാട്ടുപോത്തിനെ നമ്മൾ കണ്ടില്ലല്ലോ. ഓ, ഏകദേശം നമ്മൾ എത്തിയിടാ മലയുടെ അടുത്ത്. ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇല്ലല്ലേ? പൊട്ടിച്ചെടുക്കണം. നമ്മളാക്കി എല്ലാ ഡോക്യുമെന്റ്സ് പ്രോപ്പറായിട്ടാക്കി വെച്ചിട്ട് വന്നത്. നമുക്കവിടെ ഈ പാസ് ചോദിച്ചില്ലല്ലോ. ഇപ്പം തിരക്ക് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എടുത്തു വെച്ചായിരുന്നു. ഇവിടെ ഇങ്ങോട്ടുള്ള വ്യൂ നോക്കിക്ക്. ദൈവമേ, പൊളി കിട്ടോ. നൈറ്റ് അലോഡ് അല്ല, അത് കൊടൈക്കനാൽ പോകുമ്പോഴാണ്. കണ്ടില്ല? അടിപൊളിയല്ലേ ഫ്രെയിം? മാൻകുട്ടൻ ഇവിടെ ഉണ്ടല്ലേ, മാന്. ഓഹോ, ഇവിടെ ഉണ്ട് മാൻ. ഇതേൻ്റെ ഉള്ളിക്കര കണ്ടില്ലേ മാന്? കുറേ ഉണ്ട്. ഇതാ അവിടെ ഉണ്ട്, അങ്കയൂർക്ക്. ഹായ്, ഹലോ.
സോ ഇങ്ങോട്ട് ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തിനാ സ്പീഡ് ബ്രേക്കറൊക്കെ വെച്ചത് ഞാനും ആലോചിച്ചത്. പക്ഷേ ഇവിടെ മാൻകൂട്ടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സോ ഈ ഒരു ഊട്ടിയിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിലോട്ട് മുകളിലോട്ട് കയറുന്നേക്കാൾ മുമ്പ് കിട്ടിയ മാൻകൂട്ടങ്ങളാണ്. നല്ല ഫ്രെയിം അല്ലേ. പാർക്ക് വെഹിക്കിൾ. ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല ഇവിടെ അല്ലേ. റൂൾസ് ബ്രേക്ക് ചെയ്യണ്ട. പേരല്ലേ അങ്ങനെ എടുക്കാം. നല്ല ഒരുപാട് റീൽസിലൊക്കെ വൈറലായിട്ടുള്ളൊരു സ്പോട്ടാണിത്. ഇവിടെ നിർത്താൻ പാടില്ല, എന്നാലും നിർത്തിയേക്കാം. ഇതൊക്കെ ഒരിക്കലല്ലേ കാണാൻ പറ്റുള്ളൂ. കലങ്ങിയ വെള്ളം കേട്ടോ. ഇവിടെ കണ്ടില്ലേ, കലങ്ങിയ വെള്ളമാണോ ഒഴുകുന്നത്. നല്ല മഴ പെയ്തിട്ടുണ്ട്. സോ ലെഫ്റ്റ് സൈഡും കണ്ടില്ലേ, ഈ ഇല്ലിയൊക്കെ ഏകദേശം അതിൻ്റെ ഇത് തീർന്ന് ഇങ്ങനെ കിടക്കുവാണ്. ആ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. പക്ഷെ കലങ്ങി കിടക്കുന്നു. സാധാരണ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കാൻ സാധ്യത കുറവാണല്ലോടാ. നീ എല്ലാം ഊരിയാടാ, പോവാ. നിർത്താൻ പാടില്ല ഇവിടെ ഈ ഒരു ഫ്രെയിമിലല്ലേ. അടിപൊളിയാണ്. മുതുമലൈ ടൈഗർ റിസർവ്. സോ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു ചുരം കയറാൻ വേണ്ടി പോകണം. നോക്കടാ, ബ്യൂട്ടി നോക്കടാ. എടാ അണ്ണാൻ ഇപ്പോൾ കാറിൻ്റെ അടി വീണേനെ. എടാ 125cc കയറുന്നില്ലല്ലോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉദഗൈ സബ് ഡിവിഷൻ സ്റ്റാർട്ട് എന്നാണ്. ഉദഗൈ എന്ന് പറഞ്ഞാൽ ഉദഗമണ്ഡലം അങ്ങനെ കണ്ടല്ല ഊട്ടിയുടെ പേര്, മറ്റൊരു പേര്. സോ നമ്മൾ ഊട്ടി എൻട്രി ആയിരിക്കുന്നു. വണ്ടി കയറുന്ന സ്പീഡ് എന്ന് പറയുമ്പം 19 കിലോമീറ്റർ സ്പീഡൊക്കെയാണ്. കയറുന്നില്ല. വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പയ്യെയാണ് കയറുന്നത്. ഇതിലൂടെ വരുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലാണ്. അങ്ങനെയാണ് ഇങ്ങോട്ട് കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ? ഇവിടെ നിൽക്കാം. സോ ഇതാണ് ആ ഒരു മല നമുക്ക് കാണുന്നത്, ഉദഗമണ്ഡലം ഊട്ടി. സോ നമ്മൾ കയറി വന്ന ആ ഒരു വൈഡ് ഏരിയ ഒക്കെ അങ്ങോട്ടാണ്. ഏത് നമ്മുടെ മസിനഗുഡിയാണെങ്കിലും ബണ്ടിപ്പുറമൊക്കെ അങ്ങോട്ടാണ്. ആ ഒരു മലനിരകൾ കാണില്ല. അങ്ങ് ദൂരെ നിന്ന് ഇങ്ങനെ കയറി ഈ ഒരു വഴി ഇങ്ങനെ വരുന്നു. ഒരുപാട് വണ്ടികളൊക്കെ നമുക്ക് വരുന്നത് കാണാം. അതില്ലേ പയ്യെ പോകണം. കയറുന്നവർ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കയറ്റായതുകൊണ്ട് വരുന്നത്. പക്ഷേ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവർ നല്ല സ്പീഡിലാണ് വരുന്നത്. താഴെ ഒരു പുഴ ഒഴുകുന്ന ഒരു ശബ്ദം കൂടെ കേൾക്കാം. ചെറിയൊരു മഴക്കാറുണ്ട്. ഇങ്ങോട്ടൊക്കെ വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകും. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഇടിഞ്ഞ വഴിയാടാ, ഒരു പാറ ചെത്തി വെച്ചിരിക്കുന്നു. ഭാഗ്യം ക്രോസായി. എന്നാ കയറ്റാടാ, വണ്ടി കയറുന്നില്ലടാ. സേ നോ ടു പ്ലാസ്റ്റിക്, സേവ് അനിമൽസ്. മൈ ഗോഡ്, ഇറങ്ങി വരുമോ? ആദ്യത്തെ ഒരു വളവിലെത്തി. ഹാപ്പിൻ ബെൻഡ്, 36ാമത്തെ ബെൻഡ്. 36 ഹെയർ പിൻ ഉണ്ടല്ലേ. ഇത് 1.5 ഹെയർ പിന്നാണല്ലോടാ. മോസ്റ്റ് ഡേഞ്ചറസ് ഗാർഡ് സെക്ഷനിൽ മോസ്റ്റ് ഡേഞ്ചറസ് ഒരു വളവാണിത്. കണ്ടില്ലേ, ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വണ്ടി കയറി വരാൻ വേണ്ടി. പൊക്കോളൂ. ഓക്കെ. അതിനെന്തരേ, വണ്ടി ഞാൻ തൂക്കി പിടിക്കുന്നല്ലോ. നമുക്ക് ബ്രേക്ക് അടിക്കാനില്ലല്ലോ. ഓ വാവ്, നമ്മുടെ ബാക്കിലൊരു ജീപ്പ് കയറി വരുന്നുണ്ട്, ഒരു കാറും ഉണ്ട് കൂടെ. കേറട്ടെ. എടാ ഇത് 1.5 കയറ്റാടാ, വണ്ടി കയറില്ലടാ സത്യേട്ടാ. അയ്യോ ബുദ്ധിമുട്ടാട്ടോ വണ്ടി കയറ്റാൻ. ഒന്നാമത് പിക്കപ്പ് ഇല്ലാത്ത വണ്ടി. 1.5 അറക്കാണ്. കുറച്ച് നമുക്ക് ഫ്ലിക്കറിങ് ചെയ്യാം. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് പോവാം. എന്ത് പോയിന്റാന്നറിയില്ല, എന്തോ ഒരു പോയിന്റ്. ഈ റൂട്ട് നോക്കിക്കേ, ഇത് റൂട്ട് നോക്കടാ നീ. എന്താണിത് ദൈവമേ. ഇതിലെ ഈ ഒരു വഴിയാണ് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി കയറുന്നില്ല, വണ്ടി പിക്കപ്പ് ആവില്ല. ഏതെങ്കിലും ബോർഡൊന്നും കാണുന്നില്ലല്ലോ.
വണ്ടി കയറുന്നില്ലടാ, വണ്ടി കയറുന്നില്ല. ഉന്തിക്കൊണ്ട് അയ്യോ ഒടുക്കത്തെ കയറ്റാട്ടാ. അതല്ല പറഞ്ഞത്, നീയല്ലേ വെള്ളപ്പാറന്ന് പറഞ്ഞത്. ഡു നോട്ട് ലിറ്റർ, ഡു നോട്ട് ഫീഡ് വൈൽഡ് അനിമൽ, നോ പാർക്കിംഗ്. പാർക്കിംഗ് ഇല്ലേ, വണ്ടി എടുക്കടാ. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, അങ്ങ് താഴെ. സോ ഈ ഒരു മലയൊക്കെ, ആ മലയുടെ മുകളിൽ അതൊക്കെ വീടായിരിക്കും അല്ലേ? വീടാണോ റിസോർട്ടാണോ? മുകളിൽ നമുക്ക് അവിടെ വീട് കാണാതെ, അവിടെ ഒരു വീട്, അപ്പുറത്തപ്പുറത്തൊക്കെ കയറ്റും. വെയിലാണ്, മഴക്കാറും ഉണ്ട് വെയിലും ഉണ്ട്. ഈ വഴിയൊക്കെ ഇനിയും കയറി പോകണ്ടടാ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും കുറച്ച് തണുപ്പ് കയറി അല്ലേ? ഇവൻ തണുപ്പ് എവിടെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തണുപ്പ് വന്നു. ആ ഒരു വഴിയാണ് നമ്മൾ കയറി വന്നത്, കണ്ടില്ലേ? ആ ഒരു മലയുടെ നടുക്കിക്കര. സോ താഴെ കാണുന്നതൊക്കെ ആ ഒരു മുതുമലൈ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. ഈ മല ഇങ്ങനെ കയറി ഇവിടം വരെ എത്തി. സൈഡിൽ നിൽക്കണം ഒരു കാറ് പോട്ടെ. താഴെ നോക്കിക്കേ, പെട്ടെന്ന് തിരിക്കണമായിരുന്നു. ഈ ആൾക്കാർ ഈ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നവരാണ്. അപ്പം ഈ കാണുന്ന ചെറിയ ചെറിയ ഗ്രാമമാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വീടുകൾ കാണുന്നത്, കളർഫുള്ളായിട്ടുള്ള വീടുകളല്ലേ? ഈ മലമുകളിൽ അങ്ങ് ദൂരെ അവിടെ ഉണ്ട്. ഈ കൃഷിപ്പാടത്ത് ഇതെന്താണിത്? നെല്ലാണോ? നെല്ലല്ലല്ലോ. നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 10 കാലായിട്ടുണ്ടാവും. 10 കാലായിട്ടുണ്ട്. അപ്പം നല്ല വെയിലാണ്, കണ്ടില്ലേ? മഴക്കാറും ഉണ്ട്, പക്ഷെ വെയിലും ഉണ്ട്. എടാ ഹലോ, സംഭവം എന്താ വെച്ചാൽ ഒടുക്കത്തെ കയറ്റാണ്. 2 പേരെ വെച്ച് കയറുന്നില്ല വണ്ടി. ഈ കാണുന്ന വഴി മൊത്തം ഞാൻ ചേന ഇറക്കിയിട്ടാണ് ഈ ഒരു വണ്ടി ഇവിടെ കയറ്റിയത്. 1.5 കയറ്റമാണ്, കണ്ടില്ലേ? സോ ഇങ്ങോട്ടൊക്കെ നിൽക്കുന്ന നേരത്തെ അത്യാവശ്യം നല്ലൊരു പോയിൻ്റാണ്, നല്ലൊരു ഫ്രെയിമുണ്ട് ഇവിടെയൊക്കെ. സോ ഇവിടെ ചെറിയ ചെറിയ വീടൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ മസിനഗുഡി വഴി ഊട്ടി എത്തി. അപ്പോൾ ഏകദേശം എത്തി, ഇനി കുറച്ചും കൂടെ ഉള്ളൂ ടൗണിലോട്ട്. അപ്പം അടുത്ത കാഴ്ച നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാരണം ഊട്ടിയിൽ കുറച്ച് ഞാൻ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് കവർ ചെയ്യാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു കയറ്റത്ത് വെച്ച് ഞാൻ ഈ ഒരു വീഡിയോ ഞാനിവിടെ കൊണ്ട് നിർത്തുന്നു. സേ ടാറ്റ. പാവം മടുത്തിരിക്കുകയാണ്.